കേരളത്തിലെ ഉദ്യോഗാർത്ഥികളും കോക്രോച്ചുകളാവുകയാണ്. ഇന്ത്യ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു വലിയ രാഷ്ട്രമാണല്ലേ. അപ്പോൾ ഈ രാഷ്ട്രത്തിൽ ലോകത്തിന്റെ ശ്രദ്ധ തന്നെ ജന്തർ മന്ദറിലേക്ക് ആകർഷിച്ചു വന്നപ്പോഴത്തേക്കും വളരെ വലിയൊരു അനീതിക്കെതിരെ നമ്മുടെ സർക്കാരിന്റെ കണ്ണുകൾ തുറക്കപ്പെടുകയാണ്. ഇനി തുറക്കപ്പെടേണ്ടത് ശരിക്കും PSCയുടെയും അതുപോലെ നമ്മുടെ കേരള സർക്കാരിന്റെയും കണ്ണുകളാണ്. എന്തുകൊണ്ടെന്നാൽ ഇത്തവണ LP-UP അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടതിന് ശേഷവും ജോലി കിട്ടാതിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ സഹകാരിയും സഹകാരിയുടെ കുട്ടികളും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. DLED പരീക്ഷ, അത് കഴിഞ്ഞിട്ട് കേറ്റെട്ട് പരീക്ഷ, അത് കഴിഞ്ഞിട്ട് കേരള PSCക്ക് വേണ്ടിയിട്ടുള്ള കാലാകാലമായ പ്രിപ്പറേഷൻ, അത് കഴിഞ്ഞിട്ട് റാങ്ക് ലിസ്റ്റ്, ഇത്രയും കടമ്പകൾ കടന്നു വന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ യൗവനത്തിന് നല്ലൊരു ഭാഗവും ഹോമിച്ചിട്ട് നിൽക്കുന്ന ഉദ്യോഗാർത്ഥികളാണ്. അപ്പോൾ നിലവിലുള്ള വേക്കൻസികളിൽ നമുക്കറിയാം, ഡിവിഷൻ ഫാളൊന്നും നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാവുന്ന കാര്യങ്ങളല്ല. അത് എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ എയ്ഡഡ് സ്കൂളുകളിലെ ഡിവിഷൻ ഫാള് വരുന്ന സ്ഥലങ്ങളിലെ പോസ്റ്റുകൾക്ക് കൊടുക്കുന്ന സപ്പോർട്ട് എങ്കിലും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സപ്പോർട്ട് എങ്കിലും നമ്മുടെ ഉദ്യോഗാർത്ഥികൾ കിട്ടാതെ പോകുക എന്ന് പറയുന്നത് വളരെയധികം വേദനാജനകമായിട്ടുള്ളൊരു കാര്യമാണ്. ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ മണ്ണ് തിന്നുന്ന ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുമ്പോഴത്തേക്കും കേരളത്തിൽ അധ്യാപകരാവാൻ വേണ്ടിയിട്ടുള്ള നമ്പർ 1 ക്വാളിറ്റി ഉള്ള ആൾക്കാരാണെന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട സർക്കാർ മറക്കരുത്. ഇത്രയും മിടുക്കരായ ആൾക്കാരെ കൊണ്ട് തന്നെ വേണം നമ്മുടെ പുതിയ തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരു പുതിയ സർക്കാർ മാറി വന്നപ്പോഴത്തേക്കും നമ്മളെല്ലാവരും, ഉദ്യോഗാർത്ഥികൾ എല്ലാവരും ഒരുപാട് പ്രതീക്ഷകളിലായിരുന്നു. വിദ്യാഭ്യാസ വകുപ്പാകട്ടെ, തൊഴിൽ വകുപ്പാകട്ടെ, ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പാകട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആവട്ടെ, എല്ലാവരും കരുണാപൂർവ്വം അനുഭാവപൂർവ്വം നമ്മുടെ ഉദ്യോഗാർത്ഥികളുടെ പ്രശ്നം കേൾക്കണമെന്നും അതുപോലെ അവർക്കൊരു ആശ്വാസവാക്ക് നൽകണമെന്നും അവർക്ക് വേണ്ടുന്ന അഡ്വൈസുകൾ എത്രയും പെട്ടെന്ന് നൽകാൻ വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്നും ഉദ്യോഗാർത്ഥികളുടെ പക്ഷത്തു നിന്ന് സഹകാരി അഭ്യർത്ഥിക്കുകയാണ്. സഹകാരി നമ്മുടെ LP-UP അസിസ്റ്റന്റ് റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരത്തിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ്.